Hi friends, Assalamu alaikum. Welcome back to Home Cook Malabar. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാറിൻ്റെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. സാധാരണ ചട്ടിപ്പത്തിരിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. ഓരോ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയുടെ ആ പത്തിരിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ നമ്മുടെ പത്തിരിയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഈ ഒരു സൈസിൽ വേണം നമ്മൾ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അതാ ഞാൻ എല്ലാ മാവ് കൊണ്ടും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഞാൻ കുറച്ച് മൈദ തൂക്കിയിട്ട് പരത്തി കൊടുക്കുകയാണ്. നല്ല നേർമയായിട്ട് പരത്തണം. നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ ആ റൗണ്ടിൻ്റെ സൈസിൽ വേണം നമ്മൾ ഈ പത്തിരി പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ നമ്മുടെ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിൽ ഇനി ഒന്ന് ചൂടാക്കിയെടുക്കണം. രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കിയെടുക്കാം. ഇത്ര കുക്കാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള പത്തിരി ഇതേപോലെ നമുക്ക് ചുട്ടുമാറ്റാം. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു 12 കോഴിമുട്ട ഉണ്ട്. പിന്നെ പൊടിച്ച പഞ്ചസാര 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ 1.5 കപ്പ് തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, 1 കപ്പ് പാല്, ഏലക്കാപ്പൊടി, കസ്കസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ
മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ഈ നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതൊരു 1.5 കപ്പ് തേങ്ങയുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ വറുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ കോഴിമുട്ടയിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട നന്നായിട്ട് ചിക്കിയെടുക്കണം. ഇതേപോലെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മുട്ടയും കൂടി നമ്മൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വയ്ക്കുകയാണ്. ഇവിടെ ഞാൻ 4 മുട്ടയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. എനിക്ക് 6 മുട്ടയുടെ ആവശ്യം വന്നിട്ടുണ്ട്. ടോട്ടൽ 12 മുട്ടയാണ് ഞാൻ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ഒരു ചട്ടിപ്പത്തിരി ഏകദേശം 2-2.5 കിലോ വരെ വരും. ഈ 4 കോഴിമുട്ടയിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മുട്ടൻ്റെ മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മുട്ടയുടെ മിക്സും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് പത്തിരി, മുട്ടയുടെ മിക്സ്, തേങ്ങ, പാല്, കസ്കസ്,
ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തത്, 4 കോഴിമുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചത്, പൊടിച്ച പഞ്ചസാര, ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രം നമ്മൾ നെയ്യ് ഒഴിച്ച് ചൂടാക്കി വെക്കുക. ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പത്തിരി ആദ്യം പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. പത്തിരി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ മിക്സ്, മുട്ട ചിക്കിയത്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി, ഇതെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതേപോലെ തന്നെ അടുത്ത ലെയർ ഉണ്ടാക്കണം. ആദ്യം പത്തിരി നമ്മൾ പാലിൽ മുക്കുക, പിന്നെ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് തേങ്ങയുടെ കൂട്ട്, മുട്ട ചിക്കിയത്, അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ലെയറും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ സൈഡിലൂടെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നാലേ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ട് വരുള്ളൂ. ഒരു 2-3 ലെയർ കഴിയുമ്പോൾ ബാക്കിയുള്ള പൊടിച്ച പഞ്ചസാരയും കൂടി നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനത്തെ പത്തിരിയും കൂടി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള തേങ്ങയുടെ കൂട്ടും മുട്ട ചിക്കിയതും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നമ്മൾ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ബാക്കി വന്നിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്തതും കൂടി ഈവനായിട്ട് എല്ലാ എൻഡിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി അവസാനം നമ്മൾ ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് കസ്കസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങയുടെ കൂട്ടിന് പകരം കസ്കസ് ഉപയോഗിക്കാം. സാധാരണ അതാണ് ഉപയോഗിക്കൽ. പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തേങ്ങയുടെ കൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് വരിക. ഇനി ഈ പാത്രം നമുക്ക് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിപ്പത്തിരി ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ മുകൾ ഭാഗവും കൂടി കുക്കായി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നത്. എന്നിട്ടൊരു 5 മിനിറ്റും കൂടി നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 20 മിനിറ്റ്സ് ആണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതാ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.